ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രമീസ് ഫുഡ് ആൻഡ് വ്ളോഗ്. ഞാനിന്നൊരു ഇറാനി പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. KFC ചിക്കൻ വെച്ച് നമുക്കിത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്കിത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. KFC ചിക്കൻ തന്നെ വേണമെന്നില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമ്മൾ നോർമലി KFC ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് പീസസൊക്കെ ബാക്കി വരാറുണ്ട്. പിന്നീട് നമ്മളത് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റായിട്ട് തോന്നാറില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിവിടെ 4 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എല്ലൊക്കെ കളഞ്ഞ് കൈകൊണ്ട് തന്നെ ചെറുതായി ഇതുപോലെ നുള്ളിയെടുക്കണം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ചെറുതായി മുറിച്ചെടുത്ത 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ഉള്ളി ചെറുതായി മുറിച്ചെടുത്തതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഒറിഗാനോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഇല്ലെങ്കിൽ ചേർക്കേണ്ട. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തൊന്ന് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മൈദ, 1 കപ്പ് പാല്, 1/4 കപ്പ് ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളക്. ഇതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇത് വെക്കുന്ന സമയത്ത് ഡയറക്റ്റായി വെക്കാതെ അടിയിലൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദ ബാറ്റർ നേർപകുതിയായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 4-5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത മാവ് കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. മസാല സൈഡിലേക്ക് അധികം വെച്ച് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടിഭാഗത്തേക്ക് മാവ് എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ള ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ചെറുതായി വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള കുറച്ച് മസാലയും മല്ലിയിലയും കുറച്ച് ക്യാപ്സിക്കവും വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ 20 മുതൽ 25 മിനിറ്റ് വരെ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പോള റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. ഇനി നമുക്കിത് വേറൊരു പാനിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം ഇതൊന്ന് കമിഴ്ത്തി കൊടുത്ത് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇറാനി പോള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം.
കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു പോളയാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു റെസിപ്പിയായി വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.